നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കഥകളതിസാഗരം എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിലൂടെ പുതിയ ഒരു കഥാ വിഭാഗം ആവിഷ്കരിക്കുകയാണ്. കഥാലോകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള അനർഘമായ സംഭാവനയാണ് പഞ്ചതന്ത്രം കഥകൾ. പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ 5 തന്ത്രങ്ങൾ, അതായത് രാജ്യതന്ത്രജ്ഞരൊക്കെ പഠിക്കേണ്ടതായിട്ടുള്ള, നേതൃത്വം നൽകിയിട്ടുള്ളതായിട്ടുള്ള ഒരു 5 തന്ത്രങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രമീമാംസയാണത് എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് നേടിയിരിക്കേണ്ട കഴിവുകളിൽ പ്രധാനപ്പെട്ട 5 തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രങ്ങൾ. ഈ പഞ്ചതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ തന്ത്രം, പ്രഥമ തന്ത്രം എന്ന് പറയുന്നത് മിത്രഭേദം എന്ന് പറയുന്നൊരു തന്ത്രമാണ്. അതായത് സുഹൃത്തുക്കളും അവരൊക്കെ ആയിട്ടുള്ള കഥകൾ, അവരോടുള്ള മനോവികാരം എന്തൊക്കെ കാണിക്കുന്നത്. രണ്ടാമത്തെ തന്ത്രം, ദ്വിതീയ തന്ത്രം എന്ന് പറയുന്നത് മിത്രലാഭം. എങ്ങനെ സുഹൃത്തുക്കളെ നേടാം, നല്ല സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കാം, കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തന്ത്രശാഖയാണ് മിത്രലാഭം. രണ്ടാമത്തെ തന്ത്രം. മൂന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത് സന്ധി വിഗ്രഹം എന്ന് പറയുന്നൊരു വിഭാഗമാണ്. നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ലബ്ധനാശം എന്ന് പറയുന്ന ഒരു തന്ത്ര വിഭാഗമാണ്. അഞ്ചാമത്തേതാകട്ടെ പഞ്ചമതന്ത്രം എന്ന് പറയുന്നത് അസംപ്രേക്ഷ്യകാരിത്വം, അതായത് ആലോചന കൂടാതെ എന്ന് പറഞ്ഞാൽ ആലോചന കൂടാതെ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് എങ്ങനെ തിരിച്ചടിക്കും, ഏത് വിധത്തിലാണ് നമ്മളിൽ ഏൽക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുന്ന ഒരു തന്ത്രവിഭാഗമാണ് അസംപ്രേക്ഷ്യകാരിത്വം എന്ന് പറയും. അതല്ലെങ്കിൽ അതിന് ആലോചന കൂടാതെയുള്ള പ്രവൃത്തി എന്നാണ് അർത്ഥം. അത് അഞ്ചാമത്തെ തന്ത്രമാണ്. ഈ 5 തന്ത്രങ്ങളിലും അറിവ് നേടുന്ന ഒരു വ്യക്തി ആയിരിക്കണം രാജ്യം ഭരിക്കാൻ ഉത്തമനായ രാജാവായി വരേണ്ടത് എന്നാണ്. പണ്ട് നമ്മുടെ രാജ്യത്ത്, ഉത്തര ഭാരതത്തിൽ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഭരണത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് പാടലീപുത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്ത് വളരെ ഈ പാടലീപുത്രം പ്രസിദ്ധമായ രാജ്യത്ത് ഭരിച്ചിരുന്ന ഐശ്വര്യദേവത അവിടെ നൃത്തം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കൃഷിയും വാണിജ്യവും പ്രജകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, പ്രജകളൊക്കെ നന്നായിട്ടിരിക്കുന്നു, കള്ളവുമില്ല, ചതിയുമില്ല, കള്ളത്തരങ്ങളൊന്നും തന്നെ ഇല്ല. രാജ്യം ഏറ്റവും ഐശ്വര്യപൂർണമായി തന്നെ വർത്തിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ രാജകൊട്ടാരത്തിൻ്റെ മഹത്വം അത് നാട് നീളെ പ്രസിദ്ധമാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ആ രാജകൊട്ടാരത്തിൻ്റെ മഹത്വം അറിയുന്നുണ്ട്. അവിടുത്തെ മഹാരാജാവാണ് സുദർശനൻ. പാടലീപുത്രം എന്ന രാജ്യത്തെ വിശേഷപ്പെട്ട രാജകൊട്ടാരത്തിൽ താമസിച്ചിരുന്ന രാജാവാണ് സുദർശനൻ. ദേവേന്ദ്രനെ പോലെ പരാക്രമിയാണ് അദ്ദേഹം, അതുപോലെ ഐശ്വര്യവാനുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കീർത്തി, പേര്, പ്രശസ്തി നാട് നീളെ പ്രസിദ്ധമായി തീർന്നു. ബ്രാഹ്മണരെ കൊണ്ട് സൽക്കർമ്മങ്ങൾ പലതും അദ്ദേഹം യഥാവിധി ചെയ്യിപ്പിച്ചു. പണ്ടൊക്കെ ചാതുർവർണ്ണ്യം നിലനിന്നിരുന്ന കാലത്ത് ആധ്യാത്മിക കാര്യങ്ങൾ, പൂജാദികൾ, ഹോമങ്ങൾ, യജ്ഞങ്ങൾ, യാഗങ്ങൾ ഇതെല്ലാം ഐശ്വര്യത്തിനും രാജ്യത്തിൻ്റെ സമൃദ്ധിക്കും ഒക്കെ വേണ്ടി ചെയ്യാറുള്ളത് ബ്രാഹ്മണരാണ്. സുദർശനൻ എന്ന രാജാവ് പാടലീപുത്രം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യത്ത് ധാരാളം യാഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പല യാഗങ്ങൾ മഹർഷിമാർക്ക്, ബ്രാഹ്മണരെ കൊണ്ട് അദ്ദേഹം ഈ സൽക്കർമ്മങ്ങൾ ചെയ്തു. രാജ്യത്തിൻ്റെ കീർത്തി നാടെങ്ങും പരന്നു. അതിൻ്റെ ഫലമായിട്ട്, ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് 8-10 പുത്രന്മാരുണ്ടായി.
അടുത്ത അനന്തരാവകാശികളായിട്ട് സുദർശന മഹാരാജാവിന് 10ഓളം പുത്രന്മാരുണ്ടായി. ഭാര്യമാരും 3-4 പേരുണ്ടായിരുന്നു. എന്നാൽ അവർക്കാർക്കും വിദ്യാഭ്യാസത്തിൽ ഒരു താല്പര്യമില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രാജാവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പഞ്ചതന്ത്രം അവർ നേടിയിട്ടുണ്ടാകണം. രാജ്യം ഭരിക്കുന്ന ഉത്തമനായ രാജാവിന് ഓരോരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട തന്ത്രങ്ങളാണ് പഞ്ചതന്ത്രങ്ങൾ. നേരത്തെ പറഞ്ഞ മിത്രഭേദവും എങ്ങനെയാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വഴിയും ആലോചനയില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്നും ഒക്കെ മനസ്സിലാക്കേണ്ടതായ പഞ്ചതന്ത്രം അറിഞ്ഞിരിക്കേണ്ടതായ ആവശ്യമുണ്ട്. പഞ്ചതന്ത്രമായിട്ട് അതുപോലെ യുദ്ധമുറകൾ അഭ്യസിക്കേണ്ടതുണ്ട്, മന്ത്രതന്ത്രങ്ങൾ അഭ്യസിക്കേണ്ടതുണ്ട്. അതുപോലെ രാജനീതി, എങ്ങനെയാണ് ഒരു രാജാവ് നീതിമാനായിരിക്കേണ്ടത് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ രാജപുത്രകുമാരന്മാർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അച്ഛനെല്ലാ അറിവും കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ആളാണ്, നല്ല രാജാവാണ്, രാജ്യം ഭരിക്കുന്നുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ സുദർശന രാജാവിന് ആകെ ദുഃഖമായി. തനിക്ക് പുത്രലാഭമുണ്ടായി, പറഞ്ഞിട്ടെന്താ കാര്യം? വിദ്യാഭ്യാസത്തിലൊന്നും തീരെ താല്പര്യമില്ലാത്ത തൻ്റെ കുട്ടികൾക്ക് യൗവനപ്രായമായില്ലോ. അവർക്ക് പിന്നീട് തോന്നുന്നത് കാമാവേശകരമായ പ്രവൃത്തികൾ ചെയ്യാനാണ്. സമ്പത്തും അജ്ഞതയും, ധാരാളം സമ്പത്തുണ്ട്, രാജകുമാരന്മാരല്ലേ, പക്ഷേ അറിവ് ഒട്ടും ഇല്ല. ഇത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ ഇവരെല്ലാം സന്തതികളായിട്ട് മാറി. ഒരു വകയ്ക്ക് കൊള്ളാത്ത രാജകുമാരന്മാർ. ഇവരെ എങ്ങനെ ഭാവിയിൽ രാജ്യം ഭരിക്കുന്നു? രാജാവിന് ആകെ വിഷമായി. അങ്ങനെ വന്ന് അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ പുത്രന്മാരെ വേണ്ടതുപോലെ വിദ്യാഭ്യാസം നൽകി അവർക്ക് ഒരു പുനർജന്മം നൽകാൻ, അവരെ പ്രാപ്തരാക്കുവാൻ, രാജകുമാരന്മാരായി നല്ല വിധത്തിൽ വളരുവാനായിട്ട് സുദർശന മഹാരാജാവ് വളരെയധികം മാർഗങ്ങൾ സ്വീകരിച്ചു. പല പല ഗുരുക്കന്മാരെയും ഒക്കെ കണ്ടു. അവരെയൊക്കെ കണ്ടെങ്കിലും അവരൊക്കെ വന്നെങ്കിലും അവരുടെയൊക്കെ കൂടെ മഹാരാജാവ് വളരെയധികം വ്യസനിച്ചു. അത്രയല്ലേ പറയാനുള്ളൂ. അങ്ങനെ ഇരിക്കെ പല ദൂതന്മാർ വഴിയും ഉത്തമനായ ഗുരുവിനെ തേടി നടന്ന രാജാവിന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിരുന്ന ദൂതന്മാരിൽ ഒരാൾ സോമശർമാവ് എന്നു പേരുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം രാജാവിനെ ഒന്ന് കണ്ടു, മുഖം കാണിച്ചു. രാജാവ് വളരെ വ്യസനത്തോടെ തൻ്റെ രാജകുമാരന്മാരുടെ അവസ്ഥ പറഞ്ഞു. ഒരാൾക്കും പഠിക്കാൻ താല്പര്യമില്ല, ഒന്നും അറിയില്ല, ഭക്ഷണം കഴിക്കണം. ഇപ്പം യൗവനായതുകൊണ്ട് കാമവികാരങ്ങളും തുടങ്ങിയിരിക്കണം. എങ്ങനെ ഇവരുടെയൊക്കെ കയ്യിൽ ഞാൻ രാജ്യം ഏൽപ്പിച്ച് എനിക്ക് അങ്ങോട്ട് വാനപ്രസ്ഥത്തിന് പോകാനായിട്ട് പറ്റുക? ആകെ മനോവേദനയായി. കുട്ടികളെ ശിക്ഷിക്കുന്നതിനൊരു കണക്കില്ല. തൻ്റെ കുട്ടികളെ ശിക്ഷിക്കാനായിട്ട് രാജാവിന് മനസ്സും വരുന്നില്ല. അങ്ങനെ വന്ന് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന മഹാരാജാവിൻ്റെ ഈ ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ സോമശർമാവ് എന്ന ഗുരുവരൻ എന്തു പറഞ്ഞു? അങ്ങ് വിഷമിക്കാതിരിക്കും, നമുക്കിതിനൊരു പരിഹാരം കാണാം. അങ്ങയുടെ പുത്രന്മാരെ ഞാനൊന്ന് കാണട്ടെ, അവരുമായിട്ട് അവരുടെ കൂടെ താമസിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി എനിക്ക് തരണം. ഒന്നുകിൽ അവരെ എൻ്റെ ആശ്രമത്തിലേക്ക് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ 6 മാസം കൊണ്ട് ഇവരെയൊക്കെ പഠിപ്പിച്ച് ഉത്തമ പൗരന്മാരാക്കി അങ്ങേക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ ഇത് കേട്ടപ്പോൾ രാജാവിന് എന്നതില്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ പുത്രന്മാരെയൊക്കെ രാജസദസ്സിലേക്ക് വിളിച്ചു സോമശർമാവിനെ ഏൽപ്പിച്ചു. സോമശർമാവ് തൻ്റെ ഈ രാജകുമാരന്മാരെ 8 പേരെ പഠിപ്പിക്കാനുള്ളൊരു മാർഗം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ രസകരമായിട്ട് ദിവസവും ഈ രാജകുമാരന്മാരെയൊക്കെ രാവിലെ എണീറ്റു, നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, അല്പം
പ്രാർത്ഥനകൾ കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച് ഗുരുവിൻ്റെ അടുത്ത് വരികയും ഗുരുവിൻ്റെ ഉപദേശപ്രകാരം കാര്യങ്ങൾ കുറേശ്ശെ നടക്കാൻ തോന്നുകയും ഗുരുവാകട്ടെ സോമശർമാവാകട്ടെ ദിവസവും ഈ കുട്ടികളോട് ഓരോ കഥ പറയും. ആ കഥയിൽ ഉൾക്കൊള്ളുന്ന ഗുണപാഠം കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ ആ ഗുണപാഠങ്ങൾ എത്തിയപ്പോൾ അവരുടെ മനസ്സ് വികസിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. എന്തിനു പറയണു, ഈ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൽ 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോട് താല്പര്യം തോന്നി. പിന്നീട് അവർ തുടർന്ന് പഠിക്കുകയും 6 മാസം കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കേണ്ടതായ ഈ തന്ത്രങ്ങൾ 5 തന്ത്രങ്ങളെയാണ് കഥകളിലൂടെ അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. ഈ പഞ്ചതന്ത്രങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി സോമശർമാവ് പറഞ്ഞു കൊടുത്ത കഥകളെയാണ് പഞ്ചതന്ത്രം കഥകൾ എന്ന് പറയുന്നത്. ഇന്നു മുതൽ നമ്മൾ പഞ്ചതന്ത്രം കഥകൾ ആരംഭിക്കുകയാണ്. ഈ കഥകളിലെ കഥാപാത്രങ്ങളായിട്ട് ധാരാളം പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ദേവന്മാരുണ്ട്, ദേവതകളുണ്ട്, മനുഷ്യരുണ്ട്. ഇവരൊക്കെയാണ് കാട്ടിൽ വെച്ചും നാട്ടിൽ വെച്ചും വെള്ളത്തിൽ വെച്ചും ഒക്കെ ആകാശത്ത് വെച്ചുമൊക്കെ നടക്കുന്ന കഥയുടെ രൂപത്തിൽ അദ്ദേഹം കഥകൾ അവതരിപ്പിക്കുന്നു. രാജകുമാരന്മാർക്ക് പഞ്ചതന്ത്രങ്ങൾ പകർന്നു കൊടുക്കുന്നു, അവരത് ആർജിക്കുന്നു. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കലകളും ശാസ്ത്രങ്ങളും ഒക്കെ അവർ സ്വായത്തമാക്കുകയും ഉത്തമ രാജകുമാരന്മാരായി മാറുകയും ചെയ്തു എന്നാണ് കഥ. രാജാവ് തൻ്റെ പുത്രന്മാരുടെ ഗുരുവായ സോമശർമാവിനെ ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ നൽകി ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ചാനലിലൂടെ പഞ്ചതന്ത്രം കഥകൾ തുടങ്ങുകയാണ്. ഈ കഥകൾ അത്ര പ്രചാരമുള്ള കഥകളാണ്. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും. അതാണ് ഈ കഥകളുടെ ഒരു പ്രത്യേകത. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം, ചിലരൊന്നും കേട്ടിട്ടുണ്ടാകുകയില്ല. കേട്ടിട്ട് ഉള്ളവർ വീണ്ടും കേട്ടാൽ ഓർമ്മ വരും, അത്രയേ ഉള്ളൂ. കേൾക്കാത്തവർക്ക് പിന്നെ ഓർമ്മിച്ച് എടുക്കുക തന്നെ വേണം, കേൾക്കുക തന്നെ വേണം. എന്തായാലും അടുത്ത എപ്പിസോഡ് മുതൽ വീഡിയോ മുതൽ പഞ്ചതന്ത്രം കഥകളാണ് കഥാലോകത്തേക്ക് കഥകളതിസാഗരത്തിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന, ഒരുപോലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കഥകളാണ് പഞ്ചതന്ത്രം കഥകൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോകൾ, ഇനിയുള്ള എപ്പിസോഡുകൾ പഞ്ചതന്ത്രം കഥകൾ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിലും അതിലെ ഗുണപാഠം സ്വീകരിക്കുന്നതും ഉള്ളതായിരിക്കും. എല്ലാവരും സഹകരിക്കും. ഈ കഥകളൊന്ന് കേൾക്കൂ. ഏറിയാൽ 10-12 നിമിഷം. നമ്മുടെ സമയം ഒരുപാട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഒരു ഗുണപാഠം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഞാൻ കൃതാർത്ഥയായി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.